ഹായ്, എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം. ഇന്ന് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് പച്ചക്കറികൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, സവാള, 2 തരം ക്യാപ്സിക്കം, 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ക്യാബേജ് അരിഞ്ഞത്, പിന്നെ 4 മുട്ടയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് വെള്ളം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൈസൊക്കെ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് അതിനകത്തേക്ക് നമുക്ക് അല്പം ഓയിലും നാരങ്ങാനീരും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം റൈസിനാവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളം തിളച്ച് വരുമ്പോൾ 1 കിലോ ബസുമതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇന്ത്യ ഗേറ്റിൻ്റെ. അതൊന്ന് കഴുകി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈഡ് റൈസിനായിട്ടുള്ള ചിക്കൻ ഞാൻ നേരത്തെ വറുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചിക്കനിലേക്ക് കോൺഫ്ലോർ, ചില്ലി സോസ്, സോയാ സോസ്, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഒരു ഗോൾഡൻ കളറാവുന്നവരെ വറുത്ത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത്. അരി ഒരു 80% വെന്താൽ മതി കേട്ടോ. ഒത്തിരി വെന്ത് പോയാൽ കുഴഞ്ഞു പോവും ഫ്രൈഡ് റൈസ്. അതുകൊണ്ട് ഒരു 80% വേവാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മുട്ട ഇതുപോലെ ഒന്ന് ചിക്കി പൊരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ളൊരു പാത്രം ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും സവാളയും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ബീൻസിനും ക്യാരറ്റിനും ഒക്കെ ചേരാൻ വേണ്ടി ഒരു അല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ബാലൻസ് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ക്യാബേജും 2 തരം ക്യാപ്സിക്കം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ചൂടായാൽ മതി കേട്ടോ. ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന മുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്